ഷോൾഡർ. വെൽക്കം ബാക്ക് ടു അർമാൻഡോ ബോക്സ് സീരീസ്. ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പർ കട്ട് എങ്ങനെ പവർഫുൾ ആയി ചെയ്യാം, അതിന് നിങ്ങൾ എന്ത് ഗ്രൗണ്ട് ഡ്രിൽസ് ചെയ്യണം എന്നുള്ളതാണ്. സെക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചെയ്യൂ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള പ്രചോദനം. നമ്മുടെ ഫസ്റ്റ് ഡ്രിൽ എന്ന് പറയുന്നത് ഒരു ലാൻഡ് മൈൻ ഡ്രില്ലാണ്. നിങ്ങളുടെ ഹിപ്പ് റൊട്ടേഷനിലെ അതേപോലെ നിങ്ങളുടെ ഷോൾഡർ ഇത് രണ്ടിനെയും സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു ഡ്രില്ല് യൂസ് ചെയ്യുന്നത്. ഞാൻ നിൽക്കുന്ന ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് സ്റ്റാൻഡ് ചെയ്യാം. ഗാർഡപ്പ് ചെയ്യുന്നു. ഇത്തരത്തിൽ രണ്ട് സൈഡും നിങ്ങൾക്ക് മാറി മാറി നിങ്ങളുടെ ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ പഞ്ചിൻ്റെ പവർ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സെക്കൻഡ് ഡ്രിൽ, ഞാനൊരു ബോൾ ഇവിടെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഫുട്ബോളോ എന്തെങ്കിലും ഒരു ബോൾ എടുക്കാൻ ഇൻ കേസ് ഇല്ലെങ്കിലും വിഷയമില്ല. ജസ്റ്റ് ഒരു അളവിന് വേണ്ടിയിട്ടാണ്. ഗ്രൗണ്ടിൽ നിന്ന് ഈ ഒരു അളവിൽ ഒരു 1 ഫീറ്റ് അളവിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ബെൻഡ് ചെയ്ത് നിൽക്കുന്നു. ലഞ്ചസ് പൊസിഷൻ. കയ്യിൽ 2 വെയിറ്റ് ഉണ്ട്. 2 കിലോൻ്റെ 2 ഡംബൽ എടുത്തു. എഴുന്നേൽക്കുന്ന സമയത്ത് ഇപ്പം വെയിറ്റ് മൊത്തം എന്താണ്, ഞാൻ ബോളിലാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ബോഡി വെയിറ്റ് മൊത്തം ഇതിൽ ലെഫ്റ്റിൽ ഞാൻ ബാലൻസ് ചെയ്യുന്നു, റൈറ്റിൽ ഞാൻ ഗ്രൗണ്ടിലേക്ക് കൊടുക്കും. ഇനി ലിഫ്റ്റ് ചെയ്യുമ്പോൾ എക്സ്പ്ലോസീവായിട്ട് നിങ്ങൾ എഴുന്നേൽക്കണം. തിരിച്ച് അതേ പൊസിഷനിലേക്ക് പോകണം. അപ്പോഴേ കാറ്റില്ലാത്തൊരു ബോൾ എടുക്കാം. ഇതിപ്പോൾ ജിമ്മിൽ ഒരു ആവറേജ് കാറ്റുള്ള ബോളിനാണ് ഞാൻ കാറ്റ് ഒഴിച്ചതാണ് വീഡിയോ എടുക്കാൻ വേണ്ടി. നിങ്ങൾ ഒട്ടും കാറ്റില്ലാത്ത എന്തെങ്കിലും ഒരു വസ്തു, അത് അല്ലെങ്കിൽ ഈ ഹൈറ്റിൽ നിൽക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് ചെയ്താൽ മതി. നിൽക്കുന്നു. ഇത്തരത്തിൽ 2 കാലും നിങ്ങൾക്ക് മാറി മാറി ചെയ്യാവുന്നതാണ്. ഇതൊരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. കുറച്ചുകൂടെ എക്സ്പ്ലോസീവായി ചെയ്യണം. നമ്മുടെ ജമ്പിങ് ജാക്സിൻ്റെ സെയിം മൂവ്മെൻറ്റ് യൂസ് ചെയ്താൽ മതി. പ്ലസ് അത്യാവശ്യം വെയിറ്റുള്ളൊരു റാഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇത് ഏകദേശം ഒരു 20 കിലോൻ്റെ റാഡാണ്. ഷോൾഡർ ലെവലിൽ ലിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ഫേസിന് ഹെഡിന് മുകളിലേക്കല്ല നമ്മൾ ചെയ്യുന്നത്. ഒരു 80 ഡിഗ്രി ഫോർവേഡ് ഫ്രണ്ടിലേക്ക് നമ്മൾ പുഷ് ചെയ്യാന്ന് പറയില്ലേ, അത് സഡൻ ആയിട്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ചെയ്യുന്ന സമയത്ത് ഷോൾഡറിൽ ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസ് ഹൈ ആണ്. അപ്പോൾ അത് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിച്ച് ചെയ്യുക. ചെറിയ വെയിറ്റിൽ നിന്ന് തുടങ്ങിയാൽ മതി. ഹോൾഡ് ചെയ്യുന്ന സൈഡ് പ്രൊഫൈൽ വ്യൂ എന്ന് പറയുന്ന സമയത്ത് ഇത്തരത്തിലുണ്ടാവും. നിങ്ങളുടെ അപ്പർ കട്ട് പഞ്ചിൻ്റെ പവർ കിടിലനായിട്ട് ഇൻക്രീസ് ചെയ്യാൻ ഈ ഒരു ഡ്രില്ല് നിങ്ങളെ സഹായിക്കുന്നതാണ്. നമ്മുടെ ഫോർത്ത് മൂവ്മെൻറ്റ്, ഇത് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു തരംഗമായിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ്. അത് ഇൻസ്റ്റാഗ്രാം തരംഗമാൻ ഒരു മൂവിയാണ് കാരണം. നെറ്റ്ഫ്ലിക്സിലെ ബ്ലഡ് ഹൂൺസോ അങ്ങനെ എന്താണ് ആ മൂവീൻ്റെ പേര്, ഒരു സീരീസാണ്. അപ്പം സെയിം ഡ്രിൽ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ബോക്സിങ് സ്റ്റാൻസിൽ നിൽക്കുന്നു, 2 വെയിറ്റ് എടുക്കുന്നു. പഞ്ച് ചെയ്യുന്ന സമയത്ത് ബോഡീനെ ടിൽറ്റ് ചെയ്യണം, തിരിച്ച് അതേ പൊസിഷനിലേക്ക് വരുന്നത്. ഇതാണ് നിങ്ങളുടെ മൂവ്മെൻറ്റ്. ഒരുപാട് വെയിറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് എക്സ്പ്ലോസീവായി ചെയ്യാൻ പറ്റില്ല. ഒരു ഷോൾഡർ വർക്കൗട്ട് എന്ന രീതിയിൽ ജസ്റ്റ് മൂവ്മെൻറ്റ് മാത്രമേ വരുള്ളൂ. നിങ്ങളുടെ ഷോൾഡർ മസിൽ സ്ട്രെങ്ത് ആവും, കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷെ അതിനെ എക്സ്പ്ലോസീവായി എന്ന് വെച്ചാൽ ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റണം. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന വെയിറ്റ് വെച്ചിട്ടേ ചെയ്യാവും. ഇതും ഷോൾഡർ ഇഞ്ചുറി ഉണ്ടാകാൻ ഹൈ ആണ് ചാൻസ്. ഓക്കെ, ഹോൾഡ് ചെയ്ത് ഇത് നല്ലൊരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ഷോൾഡർ താഴെ പോകുന്ന ഫീല് വരും. നല്ലൊരു ഷോൾഡർ നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ടിലൂടെ ഡെവലപ്പ് ചെയ്യാം. നിങ്ങളുടെ 5th വർക്കൗട്ട് എന്ന് പറയുന്നത് ഷോൾഡർ വർക്കൗട്ടുകൾ. ജിമ്മിൽ പോയിട്ട് ഷോൾഡറിന് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക.
ഒരുപാട് വെയിറ്റ് എടുത്ത് ചെയ്യാം. ഇപ്പം ചില സെൻറ്റേഴ്സിൽ പറയാറുണ്ട് ഒരുപാട് വെയിറ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആവും, നിങ്ങൾക്ക് എക്സ്പ്ലോസീവ് ചെയ്യാൻ പറ്റില്ല എന്ന്. നിങ്ങളൊരു ഹൈബ്രിഡ് അത്ലറ്റ് ആണ്, നിങ്ങൾ എല്ലാ രീതിയിലുള്ള ആക്ടിവിറ്റിയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും വരില്ല. ജസ്റ്റ് ഒരു ബോഡി ബിൽഡിംഗ് ഓറിയൻറ്റഡ് മാത്രമാണ് നിങ്ങളുടെ ട്രെയിനിങ് എങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം വരും. പിന്നെ എല്ലാവരുടെ ബോഡിയും ഒരേ ടൈപ്പ് അല്ല. ഇപ്പം ഞാൻ 173 ഹൈറ്റ്, എനിക്ക് 80 kg ആണ് നിലവിലെ വെയിറ്റ്. കഴിഞ്ഞ 1.5 മാസം മുമ്പ് വരെ 90 kg ആണ്. 90 കിലോയും വെച്ചിട്ട് ഞാൻ ഒരു ലെഗ് മൂവ്മെൻ്റ് എല്ലാം വരുന്ന രീതിയിൽ ഒരു സോവിയറ്റ് സ്റ്റൈലിൽ എനിക്ക് ബോക്സിങ് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു അമേരിക്കൻ സ്റ്റൈലായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുക, അതായത് ഗാർഡിൽ അടി വാങ്ങി തിരിച്ചടിക്കുന്നൊരു സ്റ്റൈല്. അപ്പോൾ നിങ്ങളുടെ സ്റ്റൈല് ഏതാണോ എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് അതിനനുസരിച്ചായിരിക്കണം നിങ്ങളുടെ ട്രെയിനിങ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. ഒരുപാട് വെയിറ്റുള്ള ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഏറ്റവും അടി വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ ഷോൾഡറാണ്. അതിൽ വാങ്ങുന്ന അത്രയും ക്യാപ്പബിലിറ്റി വേറൊരു ഏരിയയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ അത് എത്രത്തോളം നിങ്ങളിങ്ങനെ ഉരുട്ടി വെക്കുന്നോ നിങ്ങൾക്ക് അടി വാങ്ങിക്കാനുള്ള ശേഷി കൂടുതലായിരിക്കും. അതായത് മുഖം ഗാർഡ് ചെയ്യാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് കൂടുതലായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങളുടെ 5th വർക്കൗട്ട് എന്ന് പറയുന്നത് ജിമ്മിൽ കയറുക, മാക്സിമം ഷോൾഡർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഇനിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ പറഞ്ഞ കാര്യം മറക്കണ്ട, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോളണേ, എന്തെങ്കിലുമൊക്കെ എനിക്കും കിട്ടണേ.